ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്നും വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ആവശ്യപ്പെട്ട് NAPM കളക്ടറേറ്റ് മാർച്ച് നടത്തി. NAPM ദേശീയ സെക്രട്ടറി വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചതെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. സർക്കാർ നിയോഗിച്ച കമ്മീഷന് മുൻപിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ ഇരകൾ വീണ്ടും പരാതി നൽകണമെന്ന വാദം തന്നെ വേട്ടക്കാരെ രക്ഷിക്കാനാണ്. സർക്കാരിനൊപ്പം നിൽക്കുന്ന, സർക്കാരിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വേട്ടക്കാർ. ആനക്കൊമ്പ് കേസിൽ പ്രമുഖ നടനെ രക്ഷിക്കാൻ CAG റിപ്പോർട്ടിൽ വെള്ളം ചേർത്തത് സർക്കാരാണ്. മന്ത്രി ഗണേഷ് കുമാറിന് സർക്കാർ സാംസ്കാരിക വകുപ്പ് കൈമാറണമെന്നും വിളയോടി വേണുഗോപാൽ പരിഹസിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കുകൊണ്ട് അപ്പനെ പറഞ്ഞാണ് തനി പെണ്ണുപിടിയെന്ന്. ഇത് ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞു ഏറ്റവും വലിയ പെണ്ണുപിടിയനാണെന്ന്. അവനെയാണ് ഇപ്പൊ ഇവിടുത്തെ ഇനിയിപ്പോ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഈ ചെന്നാദിയൊക്കെയാണെന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞിരുന്നു. അമ്മ എന്നുള്ള സംഘടനയ്ക്ക് തിലകൻ പ്രതിഷേധിച്ചപ്പോൾ തിലകനെ ഇവർ പുറത്താക്കി. മാത്രമല്ല തിലകൻ അനുകൂലമായി സുകുമാർ അഴീക്കോട് വന്നപ്പോൾ അയാളെയും മോഹൻലാലും മമ്മൂട്ടിയും നാലാകട വാക്കുകൾ പറഞ്ഞ് സമൂഹത്തിൽ നിസ്സാരവൽക്കരിച്ചു. അവസാനം വിനയൻ രംഗത്ത് വന്നു. അങ്ങനെ വിനയനെ 9 വർഷത്തിലേക്ക് ഒരു പടവും ഡയറക്ഷനാക്കാൻ അദ്ദേഹത്തെ അനുവദിക്കാൻ പാടില്ല എന്ന് ഈ അമ്മ തീരുമാനമെടുത്തു. വിനയൻ ഡൽഹി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കേസ് നൽകി 9 വർഷത്തെ തന്റെ വിലക്ക് മാറ്റി. അമ്മ ഫെറ്റോ മേലാളന്മാരായ ഇന്നസെന്റ് കിടവള ബാബു, P ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ ശിക്ഷ പിഴയിടിയിപ്പിച്ചു. അങ്ങനെ ഇത് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയതിന്റെ കോപ്പിയ 2018 ഡിസംബർ 4-ാം തീയതി ഈ കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. രമണൻ അധ്യക്ഷനായി. B രാജേന്ദ്രൻ നായർ, ശിവരാജേഷ്, മായാണ്ടി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.